വെൽക്കം ടു ഇകോം ഷോ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റ് അല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ 100ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു D2C സീരീസ് അല്ലെങ്കിൽ കൺസ്യൂമർ ബ്രാൻഡ്സ് എങ്ങനെ എക്സാക്ട്ലി ലോഞ്ച് ചെയ്യാം എന്നുള്ളൊരു പുതിയ സീരീസ് ഇവിടെ തുടങ്ങുകയാണ്. ഇതെന്നും നമ്മൾ ലോഡ് ചെയ്യൽ Tuesday 5 PM ലൈക്ക് വി ലോഡ് പോഡ്കാസ്റ്റ് എപ്പോഴും സാറ്റർഡേ 5 മണിക്കാണ്. ഇത് ചൊവ്വാഴ്ച 5 മണിക്കായിരിക്കും ഇത് ലോഡ് ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 2020 എന്നോട് ആരെങ്കിലും പറയാണ്, ഷാൻ എത്രയും കൂടുതൽ ആൾക്കാരെ ഇ-കൊമേഴ്സ് പഠിപ്പിക്കും, ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ചിരിച്ച് തള്ളുകയുള്ളൂ. കാരണം അതൊരിക്കലും എൻ്റെ പ്ലാനല്ല. എൻ്റെ പ്ലാൻ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാം, അല്ലെങ്കിൽ സാസ് ബിസിനസ് ചെയ്യാം, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ബിസിനസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷേ വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ, അല്ലെങ്കിൽ ബൈ ചാൻസ് ഞാൻ ആ കൊല്ലം തന്നെ 2020 തന്നെയാണ് ആദ്യമായിട്ട് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്യുന്നത്. അതും കോവിഡിൻ്റെ സമയത്തായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യാൻ പോയതാണ്. ടോക്കിയോ ഫ്രൈറ്റ് എന്നുള്ള ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് അമ്മോൻ, അതായത് ദേ വർ വൺ ഓഫ് ദ ബെസ്റ്റ് ഫാർമസി ചെയിൻസ്, വൺ ഓഫ് ദ ടോപ്പ് ഫാർമസി ചെയിൻസ് ഇൻ ഖത്തർ. അമ്മ പറയുന്നു, നിനക്ക് ഞങ്ങളെ ഓൺലൈൻ ഒന്ന് ചെയ്ത് നോക്കിക്കൂടെ, ഇ-കൊമേഴ്സ് ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ എനിവേസ് ഞാൻ അവിടെ ലോക്ക് ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയില്ലാത്തതുകൊണ്ടും ഞാൻ ഇ-കൊമേഴ്സിലേക്ക് എത്തിപ്പെടുകയാണ്. എന്നാൽ അമ്മ എന്ന് പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചത്, ഈ ലോക്കൽ ബ്രാൻഡ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റിന് ആരെങ്കിലും ഓൺലൈൻ വാങ്ങിക്കുകയോ? ആമസോണും ഫ്ലിപ്കാർട്ടും ആപ്പിളും സാംസങ്ങും ഒക്കെ വാണിരുന്ന കാലത്ത് എന്തിന് നമ്മളെ സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കണം? കാരണം ഞാൻ അങ്ങനെ വാങ്ങിക്കുന്ന ഒരാളല്ല. ഞാൻ നോർമലി വാങ്ങിക്കാറ് മാർക്കറ്റ് പ്ലേസസിനാണ് ഞാൻ നോർമലി വാങ്ങിക്കാറ്. എനിവേസ് എനിക്ക് അവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ആകെ കൂടി ഐഡിയ ഉള്ളത് ടെക് എങ്ങനെയാണ്, സാസ് എങ്ങനെയാണ്, സോഫ്റ്റ്വെയർ എങ്ങനെ സെല്ല് ചെയ്യാം. പക്ഷേ ഇ-കൊമേഴ്സിൽ സോഫ്റ്റ്വെയർ സെല്ല് ചെയ്യേണ്ട എപ്പോഴും നമ്മൾ B2B കസ്റ്റമേഴ്സ്, ഒരു ബിസിനസ്സുകാരാണ് നമ്മളെ കസ്റ്റമേഴ്സ്. പക്ഷേ ഇ-കൊമേഴ്സിൽ കസ്റ്റമേഴ്സാണ് ഡയറക്റ്റ്, ഓരോ സിംഗിൾ ഇൻഡിവിജ്വൽ നമ്മളെ കസ്റ്റമറാണ്. എനിവേസ് സീറോ നോളജുമായിട്ട് ഞാൻ ഇ-കൊമേഴ്സിലേക്ക് എൻ്റർ ചെയ്തു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പം മലയാളത്തിൽ ആരും ഇ-കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടില്ല. വീഡിയോസ് ഇല്ല, ബുക്സ് ഇല്ല, റെഫറൻസസ് ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് വീഡിയോസും ഇംഗ്ലീഷ് ബുക്സും ഒക്കെ വായിച്ചിട്ടാണ് ഞാൻ ഇ-കൊമേഴ്സിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു, ആരെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്തൊരു ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതാണ് ആക്ച്വലി ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഇന്നിപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഇല്ല പോഡ്കാസ്റ്റുകളും കമ്മ്യൂണിറ്റിനൊക്കെ റിക്വസ്റ്റ് വരുന്നുണ്ട്, എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് എത്ര പറഞ്ഞിട്ടും ആൾക്കാർക്ക് മനസ്സിലായില്ല. നമ്മൾ കുറേ സ്റ്റോറീസിലൂടെ പറഞ്ഞു. ആ സ്റ്റോറീസിൻ്റെ അടുത്ത ലെവലാണ് ഈ D2C സീരീസ്. അപ്പോൾ ഇനി നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തതിൽ നിന്ന് പഠിച്ചു, നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, മാഫിയയിൽ നിന്ന് പഠിച്ചു, കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ ഓൾറെഡി അവരെ ഇ-കൊമേഴ്സ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ആ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചു. ബാക്കിയുള്ള കൺസൾട്ടൻസ് എന്താ ചെയ്തത്, അവരെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചു, കുറേ ബുക്കുകൾ വായിച്ചു. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു D2C സീരീസ് കൺസീവ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് സീറോ ടു സ്കെയിൽ എന്ന് ആറ്റംബർഗ് എന്നുള്ള BLDC ചാമ്പ്യൻ ചെയ്യുന്ന ഫാൻസിൻ്റെ CEO എഴുതിയ സീറോ ടു സ്കെയിൽ എന്നുള്ള ബുക്കിനോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ ഈ D2C സീരീസിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ കുറിച്ചാണ് പഠിക്കുക, നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ അല്ല. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമർ ആരാന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, അതായത് ഞാൻ ലോഞ്ച് ചെയ്ത കൺസ്യൂമർ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിന് അനുയോജ്യമാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കുക. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പഠിക്കുക. എങ്ങനെയാണ് എൻ്റെ പ്രൊഡക്റ്റിന് മാക്സിമം റീച്ച് ഉണ്ടാക്കുക. ഡിസ്ട്രിബ്യൂഷൻ തന്നെ നമുക്ക് അറിയാം, ഓൺലൈൻ മാർക്കറ്റ് പ്ലേസസ് ഉണ്ട്, സ്വന്തം വെബ്സൈറ്റ് ഉണ്ട്, മോഡേൺ ട്രേഡ് ഉണ്ട്, ജനറൽ ട്രേഡ് ഉണ്ട്, ഇപ്പം ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോംസും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടിൽ എങ്ങനെ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിനെ സ്വന്തം ബ്രാൻഡിലേക്ക് അട്രാക്ട് ചെയ്യാം, സ്വന്തം പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നമ്മൾ നോക്കും. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഒരു ബ്രാൻഡ് നെയിം എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോണത്. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് ഇന്നോവേഷനെ കുറിച്ചും കമ്പനീൻ്റെ കൾച്ചർ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും കസ്റ്റമർ സർവീസ് എങ്ങനെ ബെസ്റ്റ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കുക. ഇനി ഈ ഒരു സീരീസ് ആർക്കൊക്കെ ഉപകാരപ്പെടും? ഇത് ഒന്ന്
D2C ബ്രാൻഡ് ഓണേഴ്സ്, അതായത് ഒരു കൺസ്യൂമർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സീരീസ് വളരെ ഉപകാരപ്രദമായിരിക്കും. 2, മാർക്കറ്റേഴ്സ്, അതായത് D2C ബ്രാൻഡുകളെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവരെ മാർക്കറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർക്കും ഈ സീരീസ് അടിപൊളിയായിരിക്കും. 3ാമത്തെ ടീം ഓപ്പറേറ്റേഴ്സ് ഹൂ വാണ്ട്സ് ടു ആക്ച്വലി ഹെൽപ്പ് ദീസ് D2C ബ്രാൻഡ്സ്, ഈ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും ഈ സീരീസ് അടിപൊളിയാണ്. പ്ലസ് ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെയാണ് ഒരു D2C ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, അവരെങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് മനസ്സിലാക്കാനും ഉപകരിക്കും. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈംസ് ടു ബിൽഡ് എ D2C ബ്രാൻഡാണ് ഈ 2026. കാരണം അത്രയും കൂടുതൽ ടൂൾസും അത്രയും കൂടുതൽ റിസോഴ്സസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയും നമുക്ക് കൂടുതൽ പഠിക്കാം. അടുത്ത വീക്കിൽ നമ്മൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഈ ഒരു സീരീസ് തുടങ്ങും. ഈ ഒരു സീരീസിൽ ഉണ്ടാകാൻ പോണത് മോസ്റ്റ് പ്രോബബ്ലി 25 ചാപ്റ്റേഴ്സ് ആയിരിക്കും. സോ എവറി വീക്ക് യു വിൽ ഹാവ് എ ന്യൂ ചാപ്റ്റർ ടിൽ വി ഫിനിഷ് ദിസ് ഓഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട, ബിക്കോസ് ദിസ് സീരീസ് ഇസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ ലോട്ട് ഓഫ് യുവർ ഫ്രണ്ട്സ്. ആൻഡ് നമുക്ക് സന്തോഷമാണ്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും കൂടുതൽ ചെയ്യാൻ. സീ യു അഗെയിൻ നെക്സ്റ്റ് ട്യൂസ്ഡേ വിത്ത് ദ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.